എൻ്റെ ലൈഫിൽ ഞാൻ ഏറ്റവും അധികം ഡൗൺ ആയി പോയ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ടും എന്നെ ആ ഫേസ് നിന്ന് പുറത്തേക്ക് എത്തിച്ചത് ഈ ഒരു ഒറ്റ കാര്യമാണ്, വിച്ച് ഇസ് ജേർണലിംഗ്. ആ സമയത്താണ് ഞാൻ ജേർണലിംഗ് ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. ഇപ്പൊ എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിലോ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ അതൊക്കെ എനിക്ക് എന്നെ തന്നെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതുകൊണ്ടാണ്. ആ മനസ്സിലാക്കൽ എനിക്ക് ജേർണലിംഗ് അല്ലാണ്ട് വേറെ ഒരു മെത്തേഡിലൂടെയും പറ്റില്ല. ഒരു 2 വർഷമായിട്ട് ഒരു വീക്ക്ലി വൺസോ ട്വൈസോ എങ്കിലും ഞാൻ എന്തായാലും ജേർണൽ ചെയ്യും. ഈ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ജേർണലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എഴുതുന്നതിന്റെ പവർ അതൊന്ന് വേറെ തന്നെയാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും, ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് മനസ്സിലാവും, കുറച്ചും കൂടി ക്ലാരിറ്റി നമുക്ക് കിട്ടും ജേർണലിംഗിലൂടെ. ഇത് മാത്രമല്ല, ജേർണലിംഗ് എന്നുള്ളത് എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ജേർണിക്കും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡെയിലി ജേർണൽ ചെയ്യാനായിട്ട് ഇത്രയും ജേർണൽ പ്രോംപ്റ്റ്സ് എവിടുന്നാ കിട്ടുന്നതെന്ന് എപ്പോഴും എനിക്ക് കമന്റ്സ് വരാറുണ്ട്. അത് വളരെ സിമ്പിളാണ്. ഞാൻ ChatGPT തന്നെയാണ് എടുക്കുന്നത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ChatGPT കൊടുക്കാനുള്ള പ്രോംപ്റ്റ് കൊടുത്തേക്കാം. നിങ്ങൾ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ ജേർണലിംഗ് പ്രോംപ്റ്റ്സ് കിട്ടും.